ഹലോ, എന്തുട്ടാ പരിപാടി? നമ്മുടെ വീട്ടിലെ ആന്റിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉപകാരമുള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടേക്കണത്. പ്രസ്റ്റീജിന്റെ ഒരു ചപ്പാത്തി മേക്കർ ആണ് കേട്ടോ ഇത്. ഇതിലെങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കി നോക്കാം. ചപ്പാത്തി മാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സാധാരണ മാവ് കുഴക്കണേക്കാട്ടിയും കുറച്ച് ലൂസാക്കിയിട്ട് വേണം കുഴക്കാൻ. മാവ് നന്നായി കുഴച്ചെടുക്കുക. എന്റെ അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ. മാവ് കുഴച്ച് ചപ്പാത്തി പരത്തി ചുട്ടു വരുമ്പോഴേക്കും ഒരു നേരമാവും. ഇപ്പൊ ചപ്പാത്തി മേക്കർ വന്നതോടുകൂടി എന്നും ചപ്പാത്തി തന്നെയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എണ്ണ ബട്ടറോ നെയ്യോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ചെറുതായിട്ട് മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണ്ടോ കുഴച്ചെടുക്കാന്. സാധാരണ ചപ്പാത്തി മാവ് കുഴക്കണ പോലത്തെ പാകമല്ലാട്ടത് വേണ്ടത്. അതിനാണ് ലൂസാക്കിയിട്ട് കുഴക്കണം എന്ന് പറഞ്ഞത്. ചപ്പാത്തി മാവ് പാകമാക്കി കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ചപ്പാത്തി ചുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കണത്. ഈ ചപ്പാത്തി മേക്കർ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ. നോൺ സ്റ്റിക്കിന്റെ കോട്ടിങ് ആയതുകൊണ്ട് മാവ് വരുത്തുമ്പോ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടാ. ഇലക്ട്രിക്കിന്റെ ആണ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ പച്ച ലൈറ്റും ചുവപ്പ് ലൈറ്റും കത്തും. അത്ര കാര്യമായിട്ട് കറണ്ട് ബില്ലൊന്നും വരുന്നില്ല കേട്ടാ. ഫസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് നമുക്ക് ഓരോരോ ബോളുകളാക്കാം. കയ്യിലെ മാവ് ഒട്ടിപ്പിടിക്കണ കാരണം കയ്യിൽ കുറച്ച് എണ്ണ തടയാൻ ശേഷം വേണ്ട ബോളുകളാക്കാന്. ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ബോളാക്കിയതിന് ശേഷം വേണ്ട പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാന്. ബോൾ നന്നായിട്ട് കയ്യെ വെച്ച് പരത്തിയതിന് ശേഷം വേണ്ട ചപ്പാത്തി മേക്കറിലേക്ക് വെച്ചു കൊടുക്കാന്. ചെറുതായിട്ട് നമ്മുടെ കയ്യെ വെച്ച് പരത്തിയാലേ ചപ്പാത്തിക്ക് നല്ല വലിപ്പം കിട്ടുള്ളൂ. എന്നിട്ട് ചപ്പാത്തി മേക്കറിന്റെ ഹാൻഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒറ്റ പ്രസ്സിൽ തന്നെ ചപ്പാത്തിയുടെ നല്ല വലിപ്പം വന്നു. ചപ്പാത്തി 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാൻ ചട്ടകത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അതിന്റെ വീഡിയോ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്തൊക്കെ പറയണ ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും പറ്റണില്ല. ഞങ്ങൾ ഇതിൽ ആദ്യം ചപ്പാത്തി ചുട്ടപ്പോ ശരിയായിണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാവ് കുഴക്കണ രീതി ശരിയാക്കിയപ്പോഴാണ് ശരിയായത്. മാവ് കുഴക്കണ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ കേട്ടോ കണ്ടത്. 2-3 തവണ ചപ്പാത്തി മറിച്ചിട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൊന്തി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ.